ഇതിൽ ഈ പേപ്പറിൽ ഇത് മാർക്ക് ചെയ്യുന്നതിന് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, മുകളിലെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച്, ഇവിടെ 1/2 ഇഞ്ച്. ഇഞ്ച് തയ്യൽ തുമ്പ് മുകളിൽ മാർക്ക് ചെയ്യാം. ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്യാം. അത് ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്കളവുകൾ മാർക്ക് ചെയ്യാം. നെക്കളവുകൾ തന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു 3.25 നെക്ക് എടുക്കുന്നത്. നെക്ക് ടോപ്പ് എന്ന് പറയുന്നത് 3.25. അപ്പോൾ അതിവിടെ 3.25 മാർക്ക് ചെയ്യും. ഞാനത് പെൻസിൽ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഇനി വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അത് വരയ്ക്കാം. അപ്പോൾ 3.25 നെക്ക് ടോപ്പ്. പിന്നെ ഇത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് ഡൗൺ ഞാൻ എടുക്കുന്നത് ഒരു 7.25. അതിന് 7, ഇവിടെ 7.25. ബാക്ക് നെക്ക് ഡൗൺ 7.25 അല്ല 7.5 7.5 ബാക്ക് നെക്ക് ഡൗൺ. അപ്പോൾ നമ്മളതിന് ഇതുപോലെ ബോക്സ് ഫോം ചെയ്തിട്ട് ഇവിടെ നിന്ന് 7.5 നിന്ന് ഇവിടേക്ക് ഒരു 3 വരയ്ക്കാം. ഇനി അതുപോലെ തന്നെ ഈ 7.5 വരയ്ക്കാം. ബോക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഞാനിതിലൊന്ന് കുഴിച്ചെടുക്കുന്നതിനായിട്ട് ഞാനൊരു 1/2 ഇഞ്ച്
വൈഡ് ആയിട്ട് എടുക്കാനായിട്ട് ഇങ്ങനെ ഞാൻ ഇതിവിടെ സ്റ്റാർട്ടിങ്. ഇനി നമ്മൾ ഇത് നമ്മൾ ആം ഹോളിൽ നെക്കൊക്കെ വരയ്ക്കാനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് ആം ഹോൾ കർവ് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ഒന്ന് ഇവിടെ ഒരു നെക്ക് വരുന്നതിനായിട്ട് ഇതിനെ വെച്ച് നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇത്തിരി വൈഡ് എടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിന് നെക്ക് വരയ്ക്കാനൊക്കെ വളരെ ഉപകാരമാണ്. ഇങ്ങനെ വേറെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്ന് നെക്ക് ബാക്ക് നെക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്തു. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ നെക്ക് ഓക്കെ. ഇനി നമുക്ക് ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതിൽ 14 ആണ് ഷോൾഡർ. അപ്പോൾ ഷോൾഡർ ഇനി ഇവിടെ ബ്ലൗസിന് 14/2 എന്ന് പറഞ്ഞ 7 -1 ആണ് ഷോൾഡർ എടുക്കേണ്ടത്. അതായത് ഷോൾഡറിൻ്റെ പകുതി -1, അതായത് 7 - 1 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 6, എനിക്കിവിടെ 6 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ 6ൽ എന്നെ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തു. പിന്നെ ഇനി നമുക്ക് ആം ഹോൾ ലെങ്ത്തും അതും അത് തന്നെ 6 തന്നെ വരും. ആം ഹോൾ കർവ് ആം ഹോളിൻ്റെ ഇത് കണ്ടുപിടിക്കുന്നതിന് ചെസ്റ്റ്/4, അതായത് എനിക്കിവിടെ 36 ആണ് നമ്മുടെ ചെസ്റ്റ്. അപ്പോൾ അത് /4 എന്ന് പറയുമ്പോൾ 9 - 3 ആണ് ആം ഹോളിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അതായത് 6, അതായത് നമ്മൾ ഇവിടെ എടുത്ത 6 തന്നെയാണ് ഇവിടേക്കും താഴേക്കും വരുന്നത്. ഇവിടെ നിന്ന് /4 ആണ് ഈ തേർഡ് പോയിന്റ്, അതായത് ചെസ്റ്റ് 36 ആണ്. അപ്പോൾ 36/4 എന്ന് പറയുമ്പോൾ 9 ആണ് അടുത്ത C എന്നുള്ള പോയിന്റ്. അപ്പോൾ അതിന് ഈ ലൈനിൽ നിന്നും 9 ഇവിടെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഈ നെക്ക് ഞാനിവിടെ നല്ല കറക്റ്റായിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നെക്കിന് ഒരു സീം അലവൻസ് ആയിട്ട് 1/4 ഇഞ്ച് ഇവിടെ നമ്മൾ സീം അലവൻസ് വിടണം. നമുക്ക് വേറെ ക്രോസ് പീസ് വെച്ച് മടക്കാനുള്ള. അപ്പോൾ ഒരു 1/4 ഇഞ്ച് ഇവിടെ വിടണം. ഇതിൽ കൂടിയാണ് നമ്മൾ വെട്ടേണ്ടത്. പിന്നെ ഇവിടെ ഞാൻ ഒരു ചരിവ് ഇതിന് കൊടുക്കുന്നില്ല. എനിക്ക് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ ആം ഹോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം ഹോളിൻ്റെ ഇവിടെ പോയിന്റ് ഇവിടെ 6, പിന്നെ ഇവിടെ 9, ഇവിടെ നിന്ന് 9. അപ്പോൾ ഈ 3 പോയിന്റ് ആംഗിൾ ഫോം ചെയ്ത് ഇനി നമുക്കിതിൽ ആം ഹോൾ വരയ്ക്കാം. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഈ പോയിന്റുകൾ ഇപ്പോൾ ഇത് വെച്ചിട്ട് വരയ്ക്കണം. ആം ഹോൾ വരയ്ക്കട്ടെ. ആം ഹോൾ ഇത് വരച്ചിട്ട് ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കുഴിച്ചു വെട്ടണം. അതിന് ഇപ്പോൾ ഈ 3 പോയി. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ മാറി നോക്കി കഴിഞ്ഞാൽ ഇത് 1 ഇഞ്ച് ആണ് ഇത് വരുന്നത്. ഇവിടുത്തെ നമ്മൾ എടുക്കുന്ന ഈ അളവ് ശരിക്കും കറക്റ്റ് ഈ ആം ഹോളിൽ നമുക്ക് ഈ കർവ് വരയ്ക്കുമ്പോൾ 1 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഇനി 1/2 ഇഞ്ചിയുടെ ഉള്ളിലേക്ക് കുഴിച്ചു വെട്ടണം ഇവിടെ. അപ്പോൾ അതിന് ഇതിൻ്റെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ പോയിന്റ് പിന്നെ ഈ പോയിന്റും ഇതും വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത ഉള്ളിലേക്ക് 1/2 ഇഞ്ച് ഈ 3 പോയിന്റ്സ് വരുന്ന വിധത്തിൽ ഇതിനെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഈ 1/2 ഇഞ്ചിൻ്റെ ഈ മാർക്കാണ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കേണ്ട പോയിന്റ് ഇതാണ്. ഇതിലാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും വെട്ടേണ്ടത്. അപ്പോൾ ഇത് പോയിന്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിവിടെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പോയിന്റ് കൂടി നമ്മൾ അപ്പോൾ ഇതാണ് കറക്റ്റ് ആം ഹോൾ ലൈൻ വരുന്നത് ഇതാണ്. പിന്നെ നമുക്ക് ഇതിന് ഇവിടെ ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പോൾ വെട്ടുന്നതിന് 1/2 ഇഞ്ച് വെട്ടുമ്പോൾ ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം വെട്ടാനായിട്ട്. ഈ ഫസ്റ്റ് ലൈനിൽ കൂടി തന്നെ അത് വരും. കറക്റ്റായിട്ട് നല്ല ഇതിൽ ഇതാണ് ആം ഹോളിൻ്റെ ലൈൻ വരുന്നത്. ഇനി നമ്മളിവിടെ
ഇത് വരണം. ഇനി നമുക്ക് ഇതിവിടെ വേസ്റ്റ് അളവ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് വേസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ചെസ്റ്റിൻ്റെ ലൈൻ. അപ്പോൾ ഇത് 36ൻ്റെ 9ഉം ഇവിടെ നമ്മൾ വേസ്റ്റ് അളവ് 32 ആയിരുന്നു. അപ്പോൾ 8 ഇവിടെ 8 ആണ്. അപ്പോൾ ഇത് തമ്മിൽ പിന്നെ ഇവിടെ ഇത് 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ടു. അങ്ങനെ നമ്മളിതിൻ്റെ ബാക്ക് പീസിൻ്റെ കട്ടിങ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ലൈനിലെ കൂടി ഇവിടെയൊക്കെ കുറച്ച് വരച്ചത് ഒരു ഇത് വന്നിട്ടുണ്ട്. എന്നാൽ കറക്റ്റ് അളവ്. അപ്പോൾ ഇതിൽ കൂടി അപ്പോൾ നമുക്ക് ഇതിനെ ഈ ബാക്ക് പീസ് വെട്ടിയെടുക്കാം.
അപ്പോൾ നമുക്കങ്ങനെ ഇതിൻ്റെ സ്ലീവിൻ്റെ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് വെച്ചിട്ടാണ് നമ്മൾ തുണിയിൽ നിന്ന് വെട്ടിയെടുക്കുന്നത്. സ്ലീവിൻ്റെ ഇത് നമുക്ക് പേപ്പറിൽ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ടാണ് പീസ് തുണിയിൽ നിന്ന് നമ്മൾ വെട്ടിയെടുക്കുന്നത്. ഇനി അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമുക്കിനി ഈ വെട്ടിയെടുത്ത ഈ പീസുകൾ വെച്ചിട്ട് നമുക്കിത് തുണിയിൽ നിന്നും വെട്ടിയെടുക്കാം. അപ്പോൾ ഞാനിത് സാരിയിൽ നിന്നും ഈ പീസ് വെട്ടിയെടുത്തതാണ്. ശരിക്കും കറക്റ്റ് നമുക്ക് ആദ്യം തന്നെ 1 മീറ്റർ സാരിയിൽ നിന്നും വെട്ടിയെടുക്കേണ്ടതില്ല. നമുക്ക് ബ്ലൗസിന് അത്രയും 1 മീറ്റർ ചില ഇതിന് നമുക്ക് വേണ്ടി വരില്ല. ഇപ്പോൾ ഞാനിത് എടുത്തത് ഈ അളവ് ഇത് 36 ആണ്. അപ്പോൾ നമുക്കിവിടെ ശരിക്കും ഇത്രയും തുണി നമുക്ക് ബാക്കി വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത് സാരിയിൽ നിന്ന് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ അളവ് വെച്ച് അതിൽ വെട്ടിയതിന് ശേഷം സാരിയിൽ നിന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എക്സ്ട്രാ തുണി സാരിയിൽ ഇത്രയും നമുക്ക് എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്ത് പോയി. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ നമുക്കിത് ഫ്ലീറ്റിന് അതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിൽ അടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഇനിയുള്ളതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ബ്ലൗസ് പീസിൻ്റെ ഇത് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ സാരിയുടെ പീസാണ്, അത് മറിച്ചിട്ടിരിക്കുന്നതാണ്. നല്ല വശം ഇതാണ്, ഇത് മറിച്ച വശമാണ്. അടിവശം ഇത് മടക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവ് 36ൽ നമുക്ക് ഈ ആംഹോളിൻ്റെ അളവാണ് ഇതിൻ്റെ വീതിയായിട്ട് എടുക്കേണ്ടത്. അതിവിടെ വന്നിരിക്കുന്നത് 8 ആണ്, 7 1/2 ആണ്. അപ്പോൾ നമുക്കതിന് 6 + 1 1/2, അപ്പോൾ 7 1/2 കറക്റ്റ് മതി. ഇപ്പോൾ നമ്മളൊരു 8 വെച്ചിട്ടാണെങ്കിലും നമ്മളൊരു കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് 8 ആണെങ്കിൽ അത് 8 മാർക്ക് ചെയ്തിട്ട് ആ തുണിയെ 4ആക്കി മടക്കിയിട്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന ഈ പോയിന്റ്. ഇതിൽ നമുക്ക് ഇതിപ്പോൾ എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ 8ൻ്റെ ഈ ലൈൻ നമുക്ക് ഇത്രയും തുണി തന്നെ ആവശ്യം വരുന്നുള്ളൂ. അപ്പം ഇത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമ്മളത് കറക്റ്റ് പീസ് വെട്ടിയെടുത്തിരിക്കുകയാണ്. ഇത് സൈഡിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കിത് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. ഇത് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഞാനിത് വെട്ടുകയാണ്. നമ്മളിവിടെ ഇത് 4ആക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെയും ഇവിടെ വരെ അത് നിൽക്കുന്നുണ്ട്, ഈ പോയിന്റ് വരെ അത് നിൽക്കുന്നുണ്ട്. അടിഭാഗം കൃത്യമായിട്ട് നല്ല കറക്റ്റായിട്ട് വെക്കുക. ഇവിടെ ഒരു കുറച്ച് കൂടി വന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ എനിക്ക് ഇവിടെ വരെ കൂട്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിവിടെ പോയിന്റ് ഇവിടെ, അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം. നമ്മൾ സീം അലവൻസ് എല്ലാം കൂട്ടിയാണത് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് കൈയുടെ സ്ലീവിൻ്റെ പീസായിട്ടുണ്ട്. ഇത് വെച്ച് തന്നെ നമ്മൾ ലൈനിങ്ങിൽ നിന്ന് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ സ്ലീവിൻ്റെ പീസ് നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസും ഇതേപോലെ തന്നെ വെട്ടിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് ഞാൻ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് ഇത് വെച്ചിട്ട് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം. കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ട് ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ബാക്ക് പീസ് വെട്ടിയെടുക്കാം. അപ്പോൾ അതിന് ബാക്ക് പീസിന് നമ്മളിത് ഓൾറെഡി റെഡി ആക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ
നമുക്കിതിന് അത് ഇവിടെ ഞാനിത് ഈ സാരി പീസ് 4ആക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് 4ആക്കി മടക്കി 2ആക്കി മടക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ എടുക്കേണ്ട അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ചെസ്റ്റ് സൈസ് +1 ഇഞ്ച് ലെങ്ത് എടുത്തിട്ട് ഇത് 2ആക്കി മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഒരു ഇത് കുറഞ്ഞു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇഞ്ച് നീളത്തിലിട്ടിട്ട് നമ്മളത് 2ആക്കി മടക്കിയിട്ടിരിക്കുന്നു. ഇനി നമ്മളിത് വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാനിതിപ്പോൾ വെട്ടിയെടുത്ത പീസായതുകൊണ്ട് ഇവിടെ ഒരു ലൈൻ കറക്റ്റായിട്ട് വരാൻ വേണ്ടി ഞാനൊരു 1/2 ഇഞ്ച് ഇവിടെ വെച്ചിട്ട് ലൈൻ വരച്ചിട്ടുണ്ട്. സ്കെയിൽ വെച്ച് നന്നായിട്ട് ഇവിടെ നേരെ വെട്ടിയെടുക്കണം. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് ഇത് വെച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇറക്കം നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് എക്സ്ട്രാ വേറൊരു പീസ് വെക്കാമെന്നായിരുന്നു. പക്ഷേ ഞാനിത് തുണി നോക്കിയപ്പോൾ തുണി ആവശ്യത്തിനുള്ളത് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൽ തന്നെ ബാക്കിൽ പട്ട പിടിപ്പിക്കാനുള്ളത് ഇതിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ആ 1/2 ഇഞ്ച് ഇവിടെ വെച്ചിരിക്കുന്നത് മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇറക്കം +1 1/2 ആണ്. അപ്പോൾ ഇറക്കം പ്ലസ് ബാക്ക് പീസിൻ്റെ ഇറക്കം പ്ലസ് അപ്പോൾ 1 1/2 ഇവിടെ നിന്ന് 1 1/2 ഇത് ആ പട്ട പിടിപ്പിക്കുന്നതിന് ആവശ്യമായ 1 1/2 ഇവിടെ 1 1/2 അത് വെച്ചിട്ട് നമ്മളിവിടെ ഇത് കറക്റ്റായിട്ട് വെച്ചു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് വെക്കുക. ഇത് വെച്ചിട്ട് നമുക്കിത് വരച്ച് ഇതിൽ വരച്ച് കറക്റ്റായിട്ട് വരച്ചിട്ട് പിന്നെ ഇത് നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ നമ്മൾ ലാസ്റ്റ് ഇത് വെട്ടിക്കളയാനുള്ളതാണ്. ഇവിടെ നിന്ന് മടക്കി വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് വരച്ച് കഴുത്ത് നല്ല ഷേപ്പ് തന്നെ വെട്ടി കറക്റ്റായിട്ട് എടുക്കണം. അല്ലെ കഴുത്ത് നല്ല ഷേപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളിവിടെ ബാൻഡ് പീസ് വെക്കുന്നതിന് ബാൻഡ് പീസ് വെക്കുന്നതിന് ഇവിടെ വെച്ചിട്ട് ഇതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് നമുക്കിത് വെട്ടിയെടുക്കാം. ഞങ്ങൾക്കിത് 4 പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെനിക്ക് തുണി ഇതിൽ കിട്ടുന്നത് കൊണ്ട് 4 പീസാണ് ഇതിൻ്റെ അടിയിൽ വെച്ചേക്കുന്നത്. ഇത് 2 ഉണ്ട്, ഇത് 2 പിന്നെ ഇത് 2. ഇത് 2 സൈഡും ഒരേ ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ വ്യത്യാസം വരുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 സൈഡിലും 2 സൈസാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് വെക്കാൻ പറ്റില്ല. ഇത് ഒരു സൈഡിൽ ഇത് വെക്കുക, പിന്നെ അപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ ഇതിങ്ങനെ മറിച്ചാണ് വെക്കേണ്ടത്. അത് എല്ലായിടത്തും ഒരു കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ്. ഒരേപോലെ നമ്മൾ വെട്ടിയെടുത്താൽ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആവില്ല. അവിടെ അളവുകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ സെക്കൻഡ് വരുമ്പോൾ ഇതിനെ തിരിച്ച് വെച്ചിട്ട് വേണം വെട്ടാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 ആദ്യം വെട്ടിയിട്ട് അപ്പുറം മറ്റേ വശം തിരിച്ച് വേണം വെട്ടാനായിട്ട്.
സമയത്ത് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ ബാൻഡ് അടിക്കുമല്ലോ, അടിക്കുന്ന സമയത്ത് ഇടുമ്പോൾ കറക്റ്റായിട്ട് എടുത്താൽ നമ്മൾ രണ്ട് സൈഡിലേക്കുള്ള ബാൻഡ് ഒരു സൈഡ് ഇവിടെ ഇതിങ്ങനെ വരും, ഇവിടെ ഇതിങ്ങനെ ഇങ്ങനെ ഈ ഷേപ്പിൽ തന്നെ വരണം. വലിയ ഷേപ്പ് തന്നെ വന്നാലത് കറക്റ്റ് ആവില്ല. ഇത് രണ്ട് സൈഡിലും ഇവിടെ ഇത് പോയിന്റ് ഇവിടെ വരും, ഇങ്ങനെ കറക്റ്റ് വരും. അങ്ങനെ നമ്മുടെ എല്ലാം കുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ക്രോസ് പീസുകളും മറ്റേ ഹുക്ക് മൈ വയ്ക്കാനുള്ള പീസുകളും ഒക്കെയാണ് വെട്ടാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ലൈനിങ് പീസ് എല്ലാവരും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ഈ ലൈനിങ്ങിൽ ഇതിന് നല്ലൊരു കട്ടിയുള്ള ഇതായിരിക്കണം നമ്മൾ ഈ ബാൻഡിന് വേണ്ടത്. അപ്പോൾ ഇതിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ സെയിം കളറുള്ള വേറെ പീസാണെങ്കിൽ നമുക്ക് ഇതിൽ വെക്കാവുന്നതാണ്. അപ്പോൾ കട്ടിയുള്ള പീസായിരിക്കണം, എന്നാലാണ് നല്ലൊരു ഷേപ്പ് അവിടെ കിട്ടുകയുള്ളൂ, നല്ല തിക്കായിട്ടിരിക്കണം. അപ്പോൾ എനിക്കിതിൽ കുറച്ച് ഞാൻ 2 പീസ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ബാൻഡ് പീസിന് വേണ്ടിയിട്ടുള്ളതാണത്. പിന്നെ ഇതിൻ്റെ ക്രോസ് പീസ് ഇത് ഞാൻ ഇത്തിരി കട്ടിയിലെടുക്കാൻ വേണ്ടി ക്രോസ് പീസ് മടക്കി സൈഡ് അടിച്ച് ഇതിങ്ങനെ കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 തിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. ക്രോസ് പീസ് പിന്നെ അതിൻ്റെ ഹുക്ക് വയ്ക്കാനുള്ള 2 സൈഡിൽ ആവശ്യമുള്ള ഹുക്കിന് ആവശ്യമുള്ള പീസ് ഇതെല്ലാം ലൈനിങ്ങിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പീസിൻ്റെ ലൈനിങ്, ഇത് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്, ഇത് സ്ലീവ് എല്ലാത്തിൻ്റെ എല്ലാം നമ്മളിപ്പോൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇനി സ്റ്റിച്ചിങ് ആണ് ഇനി ഇതിൻ്റെ അടുത്ത് വരുന്നത്. പിന്നെ നമ്മൾ ആദ്യം വെട്ടി വെച്ചിരിക്കുന്ന നല്ല പീസ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇനി അടുത്ത് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. ഇതിപ്പോൾ ലോങ് ആയി പോകുന്നതുകൊണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ പാർട്ട് 2 ആയിട്ടാണ് വരുന്നത്. ഇത് പാർട്ട് 1ഉം അടുത്തത് പാർട്ട് 2 ആയിട്ടാണ്. അപ്പോൾ ഇത് എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും കൂടി കാണുക.